വിക്രമിനെ ചതിച്ചു കൊന്നു ശ്രീകാര്യം ശ്രീനിവാസൻ. അതെ, കൂടെ നിന്ന് ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ വിക്രമിനെ അങ്ങനെ അവസരം കിട്ടിയപ്പോൾ സ്വന്തം ശ്രീകാര്യം ശ്രീനിവാസൻ തന്നെ ആളുകളെ വിട്ട് വിക്രമിനെ ചതിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അതെ, വിക്രമിനെ കൊന്നുകളഞ്ഞു. അയാളുടെ നിർദ്ദേശപ്രകാരം ശ്രീനിവാസന്റെ ആളുകൾ വിക്രമിനെ യാതൊരുവിധ ദയാദാക്ഷിണ്യവുമില്ലാതെ അങ്ങനെ ഒരു തെളിവുമില്ലാതെ തീർക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ വിക്രമിന് ഈ വലിയ ഒരു ദുരന്തം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതെ, വിക്രമിനോടുള്ള പകയും വിക്രമിൻ്റെ അച്ഛനോടുള്ള പകയുമായിരുന്നു ഇത്രയും നാളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ശ്രീനിവാസൻ അത് അവസരം വന്നപ്പോൾ മുതലാക്കുകയാണ് ചെയ്യുന്നത്. വിക്രം ഇനി പല രഹസ്യങ്ങളും അറിയുമെന്ന് പേടിച്ച്, അതുകൊണ്ട് തനിക്ക് നേരെ തിരിയുമെന്ന് പേടിച്ചും, അതുപോലെ തന്നെ ഒരു ഉപയോഗശൂന്യമായ ഒരു വസ്തു എടുത്തു കളയുന്നത് പോലെ ഒരു ദൈവമില്ലാതെ ഇത്രയും നാളും കൂടെ നിന്ന് സഹായിച്ച വിക്രമിനെ അയാൾ തീർക്കുകയാണ് ചെയ്യുന്നത്. ശ്രീനിവാസന്റെ മനസ്സിൽ വിക്രമിനോടുള്ള പകയും പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് വിക്രമിൻ്റെ അച്ഛനോടുള്ള പക വിക്രമിനോട് തീർക്കുകയായിരുന്നു. വിക്രമിൻ്റെ അച്ഛനെ വേദനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ വിക്രമിനെ പല കാര്യത്തിനും ഉപയോഗിച്ചതിന് വിക്രം ഒരിക്കൽ വേദയുടെ വാക്കുകേട്ട് തനിക്കെതിരെ തിരിയുമെന്ന് പേടിച്ചു വേദയോടുള്ള പ്രതികാരവും കൂടെ ചേർന്നായിരുന്നു ശ്രീനിവാസ്